ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 4.5 വർഷമായിട്ടും നടപടിയെടുക്കാതിരുന്ന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പോക്സോ അടക്കം ഗുരുതര കുറ്റകൃത്യങ്ങളെപ്പറ്റി പരാമർശമുണ്ടായിട്ടും എന്തുകൊണ്ട് നിശബ്ദമായെന്ന് കോടതി ചോദിച്ചു. ഓഡിയോ വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കള്ളക്കളികളിൽ സർക്കാർ കനത്ത പ്രഹരമാണ് ഹൈക്കോടതിയിൽ നിന്നും നേരിട്ടത്. റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുത്തുവെന്ന് ചോദിച്ച കോടതിയോട് വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം തുടങ്ങിയെന്നും ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെന്നും സർക്കാർ മറുപടി നൽകി. എന്നാൽ സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SITക്ക് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചു. റിപ്പോർട്ടിൽ നടപടി വൈകിയതിലെ കാരണം സർക്കാർ വിശദീകരിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള നാടാണ് കേരളമെന്നും ഇത് സംസ്ഥാനത്തെ ഭൂരിപക്ഷം നേരിടുന്ന പ്രശ്നമാണെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അസംഘടിത മേഖലയിലെ ലൈംഗിക ചൂഷണം അവസാനിപ്പിക്കാൻ നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. കേസിൽ മാധ്യമവിചാരണ പാടില്ലെന്ന് സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടതില്ലെന്നും സ്വയം നിയന്ത്രിക്കാൻ മാധ്യമങ്ങൾക്കറിയാമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഇരകളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നും മൊഴി നൽകിയവർക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെങ്കിൽ നടപടികൾ അവസാനിപ്പിക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹർജിയിൽ ഹൈക്കോടതി താരസംഘടന അമ്മയെ കക്ഷി ചേർത്തു. പ്രത്യേക ബെഞ്ചിന്റെ അടുത്ത സിറ്റിംഗ് ഒക്ടോബർ 3-നായിരിക്കും. 24 കൊച്ചി. ഹേമ കമ്മിറ്റിക്ക് മുമ്പിലെ പരാതികൾ കൃത്യമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മൊഴി നൽകാത്തവർക്കും പരാതി നൽകാം. രാജ്യത്ത് ഇത്തരം ഇടപെടൽ നടന്നത് കേരളത്തിൽ മാത്രമാണെന്നും മുഖ്യമന്ത്രി പറയുകയാണ്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നയപരമായ പരിശോധനകളും തുറന്നു വരികയാണ്. എന്നാൽ ഏതൊരാൾക്കും പരാതികൾ ഉന്നയിക്കാനും അത് സംബന്ധിച്ച് ഗൗരവമായി ഇടപെടുമെന്ന് ഉറപ്പുണ്ടാക്കുന്നതിനുമുള്ള അന്വേഷണ സംവിധാനം നാം കേരളത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. TN ഹരികുമാർ പറയുകയാണ്, ചെറുവിരൽ കാണാനില്ലെന്ന് പറയുകയാണ്. ചെറുവിരൽ അനക്കാത്ത കോടതി ചോദ്യത്തിനാണ്. പക്ഷേ കോടതി ഇന്ന് ചെറുവിരൽ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സർക്കാരിനെ അത് ചൂണ്ടി കൃത്യമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടം അതിലുണ്ട് എന്നൊരു മുന്നറിയിപ്പ് സ്വഭാവത്തിൽ തന്നെ കോടതി പറയുകയുമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ച വിഷയങ്ങളാണ് കോടതി ഇന്ന് പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലൈംഗികാതിക്രമ കുറ്റകൃത്യങ്ങൾ ഒളിച്ചുവെക്കുന്നത് കുറ്റകൃത്യമാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. അതാണ് നീതി. പോക്സോ ആക്ടിന്റെ 21-ഉം BNSന്റെ 199C അനുസരിച്ച് ഇതുപോലത്തെ സെക്ഷൽ ഒഫൻസ് സ്ത്രീകൾക്കെതിരെ നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ അത് തന്നെ ഒരു ഒഫൻസാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പിന്നെ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അപ്പോൾ ഞങ്ങൾ അത് ശരിയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് അന്വേഷിക്കേണ്ടത്. സർക്കാർ എടുത്തത് അതല്ല. സ്ത്രീ വിരുദ്ധ നിലപാടാണ്. ഇരകളോടൊപ്പം ആയിരുന്നില്ല, വേട്ടക്കാരോടൊപ്പം ആയിരുന്നു. പ്രതികളെ സംരക്ഷിച്ച സർക്കാരിന് കോടതിയിൽ നൽകാൻ മറുപടി ഉണ്ടോ എന്നായിരുന്നു KPC അധ്യക്ഷൻ K സുധാകരന്റെ ചോദ്യം. അപ്പോൾ എന്തായാലും അതിൽ SITക്ക് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണാർത്ഥത്തിൽ ഓഡിയോ വീഡിയോ തെളിവടക്കം പൂർണ്ണാർത്ഥത്തിൽ കൈമാറുക എന്നാണ് കോടതി പറയുന്നത്. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് SIT കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഇത്രനാളും തുടർന്ന ഒരു മെല്ലെപ്പോക്കിനി അതിൽ കഴിയില്ല. കോടതി അതിൽ കർശനമായി നോക്കുന്നു എന്ന ഒരു നല്ല വാർത്തയാണ് കോടതിയിൽ നിന്നുണ്ടായത്.